ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസുമായിട്ടാണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് എല്ലാ മാർക്കിൻ്റെയും ഉണ്ട്, 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ഇതേ കാണാം. ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എന്ത് കിട്ടട്ടെ? ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കിട്ടട്ടെ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ളത് നോക്കാം. വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടൈം വേസ്റ്റ് ആക്കുന്നില്ല. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസ്ക്രൈബ് ദ ഡിവിഷൻ ഇൻ ഫ്രഞ്ച് സൊസൈറ്റി ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ ഓർ ഡിസ്ക്രൈബ് ദ ഫ്രഞ്ച് ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് നമുക്ക് തന്നിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ ഡിവിഷൻ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രഞ്ച് സൊസൈറ്റിയെ ഡിവിഷൻ ഉണ്ടായിരുന്നു, 3 ആയിട്ട് എന്ത് ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തിരുന്നു. അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെയായിരുന്നു കാറ്റഗറൈസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ആരായിരുന്നു? ക്ലർജി ആയിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ് ആയിരുന്നു. ദെൻ തേർഡ് എസ്റ്റേറ്റിലുണ്ടായിരുന്നു കോമൺ പീപ്പിൾസ് ഉണ്ടായിരുന്നു, മിഡിൽ ക്ലാസ് പീപ്പിൾസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. നമുക്ക് നോക്കാം. First estate comprised of church and the clergy. They enjoyed the certain privileges by birth. They were exempted from paying taxes to the state. First estate എന്ന് പറഞ്ഞ ചർച്ച്, അതുപോലെ തന്നെ ക്ലർജി, ദാറ്റ് മീൻസ് റിലീജിയസ് ഹെഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ പറയുന്ന പുരോഹിത വിഭാഗം എന്ന് പറയുന്നത്. അവരായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഇനി അവർ ഒരു തരത്തിലുള്ള ടാക്സസും പേ ചെയ്യേണ്ടി വന്നിരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ഓൺ ബർത്തിലൂടെ കുറേ അധികം പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് സൊസൈറ്റിയിലെ ഏറ്റവും ടോപ്പിൽ ആരായിരുന്നു? ഈ പറയുന്ന ക്ലർജി ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് നോബിൾസ് ആണ്. സെക്കൻഡ് എസ്റ്റേറ്റ്, ദേ വെർ ബിഗ് അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് ലാൻഡ് ലോർഡ്സ്. ദേ വെർ കൺസിഡർഡ് ആസ് എബോ ലോ ആൻഡ് എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, ഓൾ പേയിങ് ഓഫ് ഓൾ ടാക്സസ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ നോബിൾസ് എന്ന് പറയുന്നത് ലാൻഡ് ലോർഡ്സ് ആണ് അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സ് ആണ് ഈ സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നത്. ഇവരും എല്ലാ ടാക്സസിനും എന്ത് ചെയ്തിരുന്നു? ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ ഇവരും എന്താണ് പറയുക, നിയമങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന അടക്കം ഇവരായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് ഇവർ ആരിൽ നിന്നും കളക്ട് ചെയ്തിരുന്നു? തേർഡ് എസ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ദിസ് കംപ്രൈസ് ദ പെസൻസ്, ആർട്ടിസans, സിറ്റി വർക്കേഴ്സ് ആൻഡ് മിഡിൽ ക്ലാസ് പീപ്പിൾ ലൈക്ക് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, റൈറ്റേഴ്സ്, ഓൾ സച്ച് ആസ് പീപ്പിൾ നോ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ദേ ഹാഡ് ടു പേ മെനി കൈൻഡ്സ് ഓഫ് ടാക്സസ്. ഈ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരുന്നു. ആർട്ടിസൻസ് ഉണ്ടായിരുന്നു, പെസൻസ് ഉണ്ടായിരുന്നു, ദെൻ നമുക്ക് കാണാൻ പറ്റും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ലോയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾസ് ആയിരുന്നു ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ റൈറ്റും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും കുറേ അധികം റൈറ്റ്സ് എൻജോയ് ചെയ്ത സമയത്ത് ലക്ഷറസ് ആയിട്ടുള്ള ലൈഫായിരുന്നു ഫസ്റ്റ് 2 എസ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് വാസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ അധികം എന്താ പറയുക അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രിവിലേജസ് ആർക്കുണ്ടായിരുന്നു? ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തേർഡ് എസ്റ്റേറ്റ് എല്ലാ ടൈപ്പ് ഓഫ് ടാക്സസും പേ ചെയ്യണം. ബട്ട് അവർക്ക് ഒരു പൊളിറ്റിക്കൽ റൈറ്റും ഇല്ല, ഒരു ലക്ഷറസ് ലൈഫും ഇല്ല. തേർഡ് എസ്റ്റേറ്റ് വലിയ ട്രാജിക് കണ്ടീഷനിലായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രഞ്ചിലെ സൊസൈറ്റിയെ 3 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ എസ്റ്റേറ്റുകളാണ്, അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിതിൻ 5 മിനിറ്റ്സ് എന്നുള്ള ഞാൻ ഒന്നും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 7 to 8 മിനിറ്റ്സിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തീർക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഇൻ 5 ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 ഫ്രെയിംഡ് ബൈ ദ നാഷണൽ അസംബ്ലി ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ മൊണാക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞു അല്ലേ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മക്കളുടെ വിസിബിലിറ്റി കൊണ്ട് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്, കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ നിൽക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ നാഷണൽ അസംബ്ലി കംപ്ലീറ്റഡ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1791. ഇറ്റ് ഡിക്ലെയർ ഫ്രാൻസ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രാൻസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആക്കി മാറ്റുന്നുണ്ട്. അതായത് അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോ ഒക്കെ മേക്ക് ചെയ്തിരുന്നത് ഈ പറഞ്ഞ മൊണാക്സ് ആയിരുന്നെങ്കിൽ മൊണാക്സിനേക്കാളും കുറച്ചും കൂടി പവർ ആർക്ക് വരുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയുക റൂളറായിട്ട് ആര് വരുന്നുണ്ട്? അവിടുത്തെ കിങ് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് എവിടെ മാറ്റുന്നുണ്ട്? ഫ്രാൻസിനെ മാറ്റുന്നുണ്ട്. പിന്നെയോ
powers of the king were separated among assigned to different institutions like legislature, executive, judiciary. കിങ്ങിന് മാത്രം എല്ലാ പവറും കിങ്ങിനായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗൻസ് അവിടെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ലൈക്ക് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി പോലുള്ള ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 പോയിൻ്റായി. ഇനിയും 3 പോയിൻറ്റ്സാണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, the National Assembly was given the power to make laws. നാഷണൽ അസംബ്ലിക്കാണ് എന്തിനുള്ള പവർ ഉണ്ടായിരുന്നത്, മേക്ക് ലോസ്, ലോ മേക്ക് ചെയ്യാനുള്ള പവർ ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്, നാഷണൽ അസംബ്ലിക്കായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ടു qualify as an elector member of the assembly, a man had to belong to the highest bracket of taxpayers. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആക്റ്റീവ് സിറ്റിസൺ, പാസീവ് സിറ്റിസൺ എന്നിങ്ങനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു സിറ്റിസൺസിനെ. അതിൽ ആക്റ്റീവ് സിറ്റിസൺസിനായിരുന്നു, ടാക്സ് പേയേഴ്സിനായിരുന്നു എന്നുള്ള റൈറ്റ് ഉണ്ടായിരുന്നത്, റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. Then only men about 25 years of age who paid taxes equal to at least 3 days of labor's wage were given the status of active citizen. ഇനി ആരായിരുന്നു ആക്റ്റീവ് സിറ്റിസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ 25 ഇയേഴ്സ് ഏജിന് മുകളിലായിട്ടുള്ള അവരുടെ എന്ത് ചെയ്യണം, അവരുടെ സാലറിയുടെ അല്ലെങ്കിൽ അവരുടെ ഇൻകത്തിൻ്റെ ഒരു 3 ഡേയ്സിൻ്റെ വേജെങ്കിലും ടാക്സ് പേ ചെയ്തിരുന്ന ആളുകളെയായിരുന്നു എന്തായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്, ആക്റ്റീവ് സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പാസീവ് സിറ്റിസൺ എന്ന് പറയുമ്പോൾ ടാക്സ് പേയേഴ്സ് അല്ലാത്ത, ടാക്സ് പേ ചെയ്യാൻ എന്താ പറയുക കപ്പാസിറ്റി ഇല്ലാത്ത അതുപോലെ വിമൻസിനൊക്കെ എന്തായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്, പാസീവ് സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നില്ല, റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, റൈറ്റ് ടു വോട്ട് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു 1791 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി അവിടെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, describe any 3 causes of the fall of Jacobin government in France. ഫ്രാൻസിൽ ജാക്കോബിൻ ഗവൺമെൻറ്റിൻ്റെ തകർച്ചയ്ക്കുള്ള 3 റീസൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, മെനി പേഴ്സൺസ് ഹു were seen as enemies of the republic, those who did not agree with the strict measures taken by Robespierre were executed. റോബസ്പിയറിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളൊക്കെ എനിമീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവരൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരുന്നു, അവരൊക്കെ കൊന്നൊടുക്കിയിരുന്നു ആര്, റോബസ്പിയറിൻ്റെ ഗവൺമെൻറ്. അപ്പോൾ റോബസ്പിയറിൻ്റെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു പവർ നഷ്ടപ്പെട്ടത് എന്നുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ്, എ മാക്സിമം ceiling was fixed on wages and prices. Rationing of essential food items was introduced, causing hardship to the people. നമുക്ക് കാണാൻ പറ്റും റേഷനിങ് കൊണ്ടുവന്നിട്ടുണ്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റീസിനൊക്കെ റേഷനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പ്രൈസിനാണ് ഒരാൾ പ്രോഡക്ട്സ് വിൽക്കേണ്ടത്, ക്രോപ്സ് ഒക്കെ വിൽക്കേണ്ടത്, ഇതൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. ഇതും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് എവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രാൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് വൺ നമുക്ക് കാണുന്നത്, ജഡ്ജസ് were shut down and converted into barracks of officers, causing the resentment in the clergy. അപ്പോൾ തന്നെ ചർച്ചുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൂട്ടി അവിടെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഓഫീസുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചർച്ചുകളൊക്കെ മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ മിലിറ്ററി ട്രൂപ്പിൻ്റെ ഒക്കെ ഓഫീസായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സൊക്കെ ആയിട്ട് എന്തിനു മാറ്റുന്നുണ്ട്, ചർച്ചുകൾ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ആരും ഒപ്പോസ് ചെയ്യും, റിലീജിയസ് ആയിട്ടുള്ള ക്ലർജി ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അത് ഒപ്പോസ് ചെയ്യും. ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾസ് എന്തിനു ഒപ്പോസ് ചെയ്തിരുന്നു, ജാക്കോബിൻ ക്ലബിൻ്റെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ റോബസ്പിയറിൻ്റെ ഒരു ഗവേണിംഗ് മെത്തേഡിനെ. എസ്പെഷ്യലി റോബസ്പിയർ, മാക്സിമിലിയൻ റോബസ്പിയർ, നമ്മൾ പറഞ്ഞിട്ടില്ല ദ റൈൻ ഓഫ് ടെറർ, നമുക്ക് കാണാൻ പറ്റും 1793 to 1904 വരെയുള്ള പീരീഡ് ദ റൈൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരതയുടെ കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഗുല്ലറ്റിൻ പ്രോസസ്സ് ഒക്കെ നമുക്കതിൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് 3 പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് റോബസ്പിയർ ഗവൺമെൻറ് താഴെ പോയത്. അതിനുള്ള 3 റീസൺസ് ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ നിഞ്ച ബാച്ച്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒരു നമ്പർ പോകുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നമ്പർ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഈ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ആ ഒരു ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്താണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളെ ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.